ആഘോഷങ്ങൾ ഏതുമാകട്ടെ BM സൂപ്പർ വാലിയോടൊപ്പം. മാത്രമല്ല, സ്കൂൾ തുറക്കുന്ന സീസണായാലും മറ്റ് ഏത് വീട്ടാവശ്യങ്ങൾക്കും BM സൂപ്പർ വാല്യൂവിൽ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് ചെയ്യാം. BM സൂപ്പർ വാല്യൂ അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ ആഘോഷ പദ്ധതി. 250 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആഴ്ചയിൽ 250 രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക. അതിനൊപ്പം BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് തരുന്ന അടിപൊളി 1000 രൂപയുടെ ബോണസും. അതായത് നിങ്ങൾ അടച്ചത് 12,000 രൂപ, ബോണസ് അടക്കം കിട്ടുന്നത് 13,000 രൂപ. ഈ 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നീ ഹോം അപ്ലയൻസുകളാണോ ആവശ്യം? അതിനും പോം വഴിയുണ്ട്. അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട്. ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക. തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിച്ച് ആശാ വർക്കർമാരുടെയും അങ്കണവാടി ജീവനക്കാരുടെയും വേതനം വർദ്ധിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശന്റെ വമ്പൻ പ്രഖ്യാപനം. സംസ്ഥാന സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കാൻ ധവളപത്രമിറക്കും. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന്, KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. രണ്ടാമത്തെ കാര്യം, ഒരു വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിലുണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കുമ്പോൾ അത് തീരുമാനമെടുത്തിട്ടുണ്ട്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. സൗജന്യ ബസ് യാത്രയ്ക്ക് പിന്നാലെ ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ വേതന വർധനവ് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി VD സതീശന്റെ ആദ്യ വാർത്താ സമ്മേളനം. സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഹോണറേറിയത്തിൽ 3,000 രൂപയുടെ അഡീഷണൽ വർധനവാണ് സർക്കാർ വരുത്തിയിരിക്കുന്നത്. ഇതോടെ നിലവിൽ ലഭിച്ചുകൊണ്ടിരുന്ന 9,000 രൂപ ഇനി മുതൽ 12,000 രൂപയായി ഉയരും. ഇതിനു പുറമെ അംഗൻവാടി ജീവനക്കാരുടെ ശമ്പളത്തിലും പാചക തൊഴിലാളികളുടെ വേതനത്തിലും 1,000 രൂപയുടെ വീതം വർധനവ് വരുത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചു മുന്നേറുന്നതിന്റെ ഭാഗമായാണ് അടിയന്തരമായി ഈ തീരുമാനങ്ങൾ കൈക്കൊണ്ടതെന്നും സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി വിവരണ കണക്കുകൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിക്കൊണ്ട് ഉടൻ തന്നെ സർക്കാർ ധവളപത്രം പുറത്തിറക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് CCV.